ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെനില കസ്റ്റർഡ് ബോംബുളിനിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്ട്രോബെറി ഫ്ലേവറിലും നമുക്ക് ബോംബുളിനി എങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതേവരെ നിങ്ങളാണെങ്കിൽ ന്യൂട്രലയും ചോക്ലേറ്റ് ഫ്ലേവറിലെയും ബോംബുളിനി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എൻ്റെ വീഡിയോയിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണ് 425 ഗ്രാം മേദ വേണം. മേദ എപ്പോഴും അടഞ്ഞിട്ട് വേണേ എടുക്കാനായിട്ട്. പിന്നെ നമുക്കാണെങ്കിൽ ചെറിയ ചൂട് പാല് 185 മില്ലി നമുക്ക് ചെറിയ ചൂട് പാല് വേണം. അതിനകത്ത് നമുക്ക് 63 ഗ്രാം നമുക്കാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ 2 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് നന്നായിട്ട് ഇതുപോലെ സ്പൂണിൽ ലെവലാക്കിയിട്ട് വേണേ എടുക്കാനായിട്ട്. നമുക്കിനിയാണെങ്കിൽ പാലിനകത്ത് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആയി വരുന്നവരെ നമുക്കാണെങ്കിൽ നമ്മുടെ വിതയ്ക്കകത്ത് 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കാണ് നമ്മൾ പാലെടുത്ത് വെച്ചേക്കുന്നത്. അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ റെസിപ്പി മുന്നോട്ട് ഫോളോ ചെയ്യല്ലേ, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയിപ്പോത്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഈസ്റ്റ് നമുക്ക് മാറ്റണം, പുതിയ ഈസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എന്നിട്ട് പുതിയ ഈസ്റ്റ് മേടിച്ചിട്ട് വേണേ മുന്നോട്ട് റെസിപ്പി ഫോളോ ചെയ്യാനായിട്ട്. നമുക്ക് ഈ പാല് മുഴുവനായിട്ട് അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇന്ന് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണേ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ ബോംബുളിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ കൈ കൊണ്ട് എങ്ങനെ മാവ് കുഴക്കുന്നത് അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫുൾ റെസിപ്പി വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ എടുക്കാം, 50 ഗ്രാം. അപ്പോൾ അതും കൂടെ നമുക്ക് കുറേശ്ശെ ഒരു നമുക്ക് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം സെക്കൻഡ് ഇട്ട് കൊടുക്കാൻ. ഇത് കണക്ക് നമുക്ക് മുഴുവൻ ബട്ടർ നമുക്ക് അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുഴുവൻ ഡോ എത്ര ആയിട്ടുണ്ടോ, നമുക്ക് എത്ര ഗ്രാം ഉണ്ടെന്ന് വെയിറ്റ് സ്കെയിൽ വെച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ പകുതി ഭാഗമായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് കളർ ആഡ് ചെയ്യണമെങ്കിൽ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഓർഡറിന് വേണ്ടി ഉണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ, കാണാനൊരു നല്ല ലുക്കിന് വേണ്ടിയായിട്ട് ഞാൻ 2 പാർട്ടിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നിനകത്ത് നമുക്കാണെങ്കിൽ യെല്ലോ ഫുഡ് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നിനകത്താണെങ്കിൽ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണേ ചെയ്യാനായിട്ട്. അഥവാ ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ സെയിം ഇതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് മാവ് കുഴച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു ചൂടുള്ള സ്ഥലത്ത് വേണേ വെക്കാനായിട്ട്. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡബിൾ ക്വാണ്ടിറ്റിയിൽ ആയി കിട്ടും. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബാച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതും പിങ്ക് കളർ ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം വേണേ ഇതുപോലെ ആക്കി വെക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ ചൂടുള്ള സ്ഥലത്ത് വേണേ വെക്കാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ അത് വരത്തേക്ക് നമുക്ക് ഇനി ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ വെള്ളം വേണം. ഇതും കൂടി 2 എണ്ണം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ സ്ട്രോബെറി ഫില്ലിങ് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ സ്ട്രോബെറി ക്രഷ് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു തള വരുന്നവരെ അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു തള വന്നു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് നമ്മൾ റെഡി ആയത് കണ്ടില്ലേ, ഇതായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ എങ്ങനെ വെനില കസ്റ്റർഡ് ഫില്ലിങ് നമുക്ക് റെഡിയാക്കുന്നത് കാണാം. 250 ml പാലെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 50 ഗ്രാം പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു തള വരുത്താൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിൽ വെനില കസ്റ്റർഡ് പൗഡർ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പാല് ചൂടാക്കാൻ വെച്ചില്ലേ, ആ പാലിന് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി ആദ്യം വെക്കണേ, കട്ടകളൊന്നും ഇല്ലാതെ. എന്നിട്ട് വേണം അതിനകത്ത് 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. പാലൊക്കെ ഒന്ന് ഒരു തള വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് വാനില കസ്റ്റർഡ് പൗഡർ മിക്സാക്കി വെച്ചേക്കുന്നത് അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിനകത്താണെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കട്ടയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സി ചായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാണ്ട് ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ വെനില കസ്റ്റർഡ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതുവരത്തേക്ക് നമുക്ക് നമ്മുടെ ഡോ ഒക്കെ കണ്ടില്ലേ, ഡബിൾസ് ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. ഒത്തിരി ഒന്ന് കുഴച്ചൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് എത്ര സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം. ഞാനെല്ലാം അളന്ന്, അത് ഓർഡറിന് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം അളന്ന് എല്ലാം ബോംബുളിനി ഒരു ഷേപ്പിൽ വരാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറത്തേക്ക് പിന്നെയും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ അതേ സെക്കൻഡ് നമ്മൾ സ്ട്രോബെറിയുടെ ഉള്ളത് അതും ഇതുപോലെ തന്നെ ഞാൻ അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ അളന്ന് നോക്കി എല്ലാം ഒരുപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണേ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ.
പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലും. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കി, കണ്ടില്ലേ ഒത്തിരി ചൂടായിട്ടില്ല, എന്നാൽ ചെറുതായിട്ടൊരു ബബിൾ വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കതേ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതേ കസ്റ്റർഡ് ഷുഗറും പിന്നെ ആണെങ്കിൽ കറുവപ്പട്ട പൊടിച്ചതും ഇട്ടിട്ട് നന്നായിട്ട് അതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ബോംബുലുനി ഇതിൽ തണുത്ത് കഴിഞ്ഞ ശേഷം വേണേ എല്ലാം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഗ്യാപ്പാക്കി കൊടുക്കുക, അത് പോക്കറ്റ് പോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ആണ് നിറച്ചെടുക്കുക. ഇങ്ങനെ ഞങ്ങളുടെ വെനില കസ്റ്റർഡ് ബോംബുലുനിയും പിന്നെ സ്ട്രോബെറി ബോംബുലുനിയും റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.